ഒരു വീഡിയോ കണ്ടു നോക്ക്. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ടാറ്റ. മക്കള് തിരിഞ്ഞു നോക്കാത്ത ഉപ്പനിനി ഗാന്ധി ഭവന്റെ തണലിൽ കഴിയും. ഇങ്ങനെയുള്ള മക്കളെ മുമ്പിൽ കിടക്കുന്നതിനേക്കായി നല്ലല്ലേ എവിടെങ്കിലും കൊണ്ടുപോയി. കണ്ടല്ലോ ഒരച്ഛന്, ഈ അച്ഛന് 2 മക്കൾക്ക് ജന്മം നൽകി എന്ന് മാത്രമല്ല അവരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി, ശമ്പളം വാങ്ങുന്ന നിലയിലാക്കി. അവസാനം ഇവർ വലിയ സ്റ്റാറ്റസ് ഒക്കെ ആയപ്പോ അച്ഛൻ ഇവർക്ക് കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ. ഈ വീഡിയോ ഞാൻ നേരത്തെ മുമ്പ് കണ്ടു. അന്ന് ഞാൻ പ്രതികരിച്ചില്ല. കാരണം അഥവാ ഈ മക്കളെങ്ങാനും ഇനി ആ അച്ഛനെ ഏറ്റെടുത്താൽ നമ്മൾ അവർക്കെതിരെ വീഡിയോ ചെയ്ത് അവർക്കൊരു വിഷമം വേണ്ട എന്ന നിലക്കാണ്. പക്ഷേ സംഗതി ഈ വീഡിയോ വൈറലായിട്ട് വരെ ഈ അച്ഛനെ നോക്കാൻ മക്കൾ വന്നില്ല എന്ന് മാത്രമല്ല ഒരു മൈൻഡും ചെയ്തില്ല. നിങ്ങൾ ബാക്കി കണ്ടു നോക്ക്. എവിടെങ്കിലും കൊണ്ടുപോയി നല്ലോണം കിടക്കുന്നത് നമുക്കൊരു സന്തോഷം. അത് ഈ ലോകം മൊത്തം കണ്ടിട്ടും ഈ മക്കൾ തിരിഞ്ഞു നോക്കില്ല ഇതുവരെ. ഈ സമയം വരെ വന്നിട്ടില്ല. എന്തൊരു മക്കളായത്. അവന്മാർക്ക് മക്കളുണ്ടല്ലേ ഉണ്ടല്ലേ. ഇവന്മാർ എന്ത് മനുഷ്യനാണ് ഇവന്മാരൊക്കെ. സന്തോഷമായില്ലയോ? അല്ല, ദൈവകൃപയാണ്. ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഒട്ടനവധി, നിങ്ങൾ എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരാളാണ്. അപ്പോ കരയൊന്നും വേണ്ട കേട്ടോ. നീ അപ്പൂപ്പ നല്ല ആരോഗ്യത്തോടെ കഴിയും. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. സാരമില്ല. അപ്പൂപ്പൻ പോവാണ് കേട്ടോ. ഇത് ഗാന്ധി ഭവന്റെ നെടുമ്പന ശാഖയുടെ ഡയറക്ടറാണ് പ്രസന്ന. അദ്ദേഹത്തിനാണ് ഇന്ന് നമ്മൾ ഇതിന്റെ രേഖകൾ കൈമാറുന്നത്. ഇത് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും നമ്മൾക്ക് തന്ന ഇദ്ദേഹത്തിനെ ഏറ്റെടുക്കാൻ, സാമൂഹ്യനീതി വകുപ്പ് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഗാന്ധി ഭവൻ ഏറ്റെടുക്കാൻ തയ്യാറായത്. സ്ഥലമില്ല എന്നിട്ട് പോലും ഗാന്ധി ഭവന്റെ ഇടപെടലിൽ, അതായത് സാമൂഹ്യനീതിന്റെ ഇടപെടലിൽ ഇന്ന് ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രസന്നമ്മയ്ക്ക് ഇത് കൈമാറുകയാണ്. ആള് കുട്ടപ്പനായില്ലയോ? സന്തോഷമായില്ലയോ? കൈ കൊടുക്ക്. കണ്ടല്ലോ, ഒന്നും പറയാനില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ജന്മം നൽകിയ അച്ഛൻ, ആ അച്ഛൻ നമ്മളെ കൊണ്ട് സന്തോഷിക്കുകയാണെങ്കിൽ അതാണ് ഈ ലോകത്ത് വെച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. നമ്മൾ ഏത് നിലയിലെത്തി, ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ഇനി പ്രധാനമന്ത്രി എന്തോ ആവട്ടെ, അതിനേക്കാൾ മുകളിൽ നമുക്ക് ജന്മം നൽകുന്ന അച്ഛൻ നമ്മളെ എൻ്റെ മകൻ നല്ല മോനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നാൽ അതിനേക്കാൾ വെല്ലുന്ന സർട്ടിഫിക്കറ്റ് ഈ ലോകത്ത് ലഭിക്കാനില്ല. ഒരു കാര്യം കൂടി പറയട്ടെ. പണ്ട് ഇതുപോലെ ഒരു അച്ഛനെ മക്കളൊക്കെ പാടെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി വലിച്ചു കൊണ്ടുപോകുന്ന ഇടയിൽ ഗേറ്റിന്റെ സമീപം എത്തിയപ്പോൾ ആ അച്ഛൻ മക്കളോട് പറയുന്നു, മക്കളെ ഇനി മതി, ഞാൻ എൻ്റെ അച്ഛനെ ഇതുവരെ വലിച്ചിട്ടുള്ളൂ, ഇനി എന്നെ നിങ്ങൾ ഇതുവരെ വലിച്ചാലും മതി എന്ന് പറഞ്ഞു എന്നൊരു കഥ പറയാറുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ഇത് അനുഭവിക്കും. നമ്മുടെ അച്ഛന്മാർക്കെതിരെ, ഉപ്പമാർക്കെതിരെ എന്തെങ്കിലും മാതാ പിതാ ഗുരു ദൈവം എന്നുള്ള ഒരു ശക്തി, അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ മാതാവ് പിതാവ് ഗുരു ഈ 3 കവാടങ്ങൾ കഴിഞ്ഞാലാണ് 4ാമത്തെ കവാടമാണ്